കൈതക്കുഴി സെന്റ് തോമസ് മാർത്തോമ യുവജന സഖ്യത്തിന്റെ ലെൻ ഡിവോഷനിലേക്ക് സ്വാഗതം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ 3:16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇന്നത്തേക്ക് എടുത്തിരിക്കുന്ന ചിന്താവിഷയം സ്നേഹത്തിന്റെ കുരിശടയാണ്. നോമ്പുകാലം എന്നത് കേവലം ഭക്ഷണം ഉപേക്ഷിക്കുന്നതിന്റെയോ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്നതിന്റെയോ മാത്രം സമയമില്ല. മറിച്ച് ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് തിരിച്ചറിയാനും ആ സ്നേഹത്തിലേക്ക് തിരികെ നടക്കാനുമുള്ള പുണ്യകാലമാണ്. ബൈബിളിലെ ഏറ്റവും സുന്ദരമായ ഈ വചനത്തിലൂടെ ഈ നോമ്പുകാലത്ത് നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി, അളവില്ലാത്ത ദൈവസ്നേഹം. നാം നല്ലവരായതുകൊണ്ടല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്, മറിച്ച് അവൻ സ്നേഹസ്വരൂപനായതുകൊണ്ടാണ്. നമ്മുടെ കുറവുകളെയും പാപങ്ങളെയും നോക്കിയല്ല, അവിടുത്തെ കരുണയുടെ കണ്ണുകൾ കൊണ്ടാണ് അവിടുന്ന് നമ്മെ നോക്കുന്നത്. നോമ്പിന്റെ ആദ്യത്തെ പടി ഈ വലിയ സ്നേഹത്തിന് മുന്നിൽ നമ്മുടെ അഹങ്കാരങ്ങളെയും സ്വാർത്ഥതകളെയും അടിയറവ് പറയുക എന്നതാണ്. രണ്ടാമതായി നമ്മൾ ചിന്തിക്കുന്നത് തന്റെ ഏകജാതനെ നൽകിയ വിലയേറിയ ത്യാഗം. യഥാർത്ഥ സ്നേഹം എപ്പോഴും ത്യാഗം ആവശ്യപ്പെടുന്നു. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനെ കുരിശിലെ മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ടാണ് ദൈവം നമ്മോടുള്ള സ്നേഹം തെളിയിച്ചത്. ഈ നോമ്പുകാലത്ത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ വലിയ ത്യാഗത്തിന് പകരമായി ഞാൻ ദൈവത്തിനായി എന്ത് ത്യാഗമാണ് ചെയ്യുന്നത്? എന്റെ സമയവും അധ്വാനവും മറ്റുള്ളവർക്കായി നൽകുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? മൂന്നാമതായി, വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ നൽകുന്ന പ്രത്യാശയുണ്ട്. ദൈവം തന്റെ ഭാഗം പൂർത്തിയാക്കി. ഇനി നമ്മുടെ ഊഴമാണ്. യേശുവിലുള്ള വിശ്വാസം എന്നത് വെറും ഒരു അറിവല്ല, അതൊരു സമർപ്പണമാണ്. നശിച്ചു പോകുന്ന ലോകത്തിന്റെ താൽക്കാലിക സുഖങ്ങളിൽ നിന്ന് മാറി നിത്യജീവനായി നമ്മെ തന്നെ ഒരുക്കുവാൻ ഈ ഉപവാസവും പ്രാർത്ഥനകളും നമ്മെ സഹായിക്കണം. പ്രാർത്ഥന. സ്നേഹവാനായ ദൈവമേ, അവിടുത്തെ ഏകപുത്രനെ നൽകുവാൻ തക്കവണ്ണം എന്നെ സ്നേഹിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. കുരിശിലെ ആ വലിയ ത്യാഗം എനിക്ക് വേണ്ടിയായിരുന്നു എന്ന് തിരിച്ചറിയാൻ ഈ നോമ്പുകാലത്ത് എന്നെ സഹായിക്കണമേ. എന്റെ പാപങ്ങൾ ഉപേക്ഷിച്ച് അവിടുത്തെ പ്രകാശത്തിലേക്ക് നടക്കുവാൻ മറ്റുള്ളവർക്കും അവിടുത്തെ സ്നേഹം പകർന്നു നൽകുവാനും എനിക്ക് കൃപ നൽകണമേ.